വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ സെക്രട്ടറിയായി സേവനം ചെയ്തിരുന്ന പോളണ്ടുകാരനായ കർദിനാൾ സ്റ്റാനിസ്ലാവ് ഷിവിസ് വെളിപ്പെടുത്തിയതായി പറയപ്പെട്ട ഒരു സംഭവമുണ്ട്. അന്ന് രാത്രി അസാധാരണമായ എന്തോ ശബ്ദം കേട്ടാണ് അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നത്. അദ്ദേഹം വേഗം തന്നെ ജോൺ പോൾ പാപ്പയെ അന്വേഷിച്ച് ചെന്നു. സ്വകാര്യ ചാപ്പലിൽ സക്രാരിക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ. സക്രാരിയിലേക്ക് നോക്കി പാപ്പ പോളിഷ് ഭാഷയിൽ ഇങ്ങനെ ചോദിക്കുന്നുമുണ്ടായിരുന്നു: എന്തുകൊണ്ട് 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 എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. പാപ്പയുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താതെ അദ്ദേഹം പിന്തിരിഞ്ഞു. പക്ഷേ പാപ്പയെ എന്തോ അസ്വസ്ഥത വേട്ടയാടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം അന്ന് പ്രഭാതത്തിൽ പാപ്പ അധികം ആരോടും സംസാരിച്ചില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയോ തന്റെ പ്രിയപ്പെട്ട ഇറ്റാലിയൻ ടീ കുടിക്കുകയോ ചെയ്തില്ല. 1981 മെയ് 13 ആ ദിവസം. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. പൊതു കൂടിക്കാഴ്ച നടക്കുന്ന ദിവസം. ജോൺ പോൾ പാപ്പ അതിന് മുടക്കം വരുത്തിയില്ല. അദ്ദേഹം സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് പോപ്പ് മൊബൈലിൽ പുറപ്പെട്ടു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു വെടിയൊച്ച അവിടെ മുഴങ്ങി. വത്തിക്കാൻ നടുങ്ങി. ഒരു വെടിയുണ്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പയെ ലക്ഷ്യമാക്കി പാഞ്ഞു. പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി 3 വെടിയൊച്ചകൾ കൂടി മുഴങ്ങി. ആകെ 4 വെടിയൊച്ചകൾ, 4 വെടിയുണ്ടകൾ. പാപ്പയുടെ ഉദരത്തിലും ഇടത് കൈയിലുമായിരുന്നു വെടിയേറ്റത്. അദ്ദേഹം അവിടെ കുഴഞ്ഞു വീണു. വത്തിക്കാൻ ചുവന്നു. ചോരയുടെ ചുവപ്പ്. മുഹമ്മദ് അലി അക്ക എന്ന 23-കാരനായ തുർക്കിക്കാരനായിരുന്നു പാപ്പയ്ക്ക് നേരെ വെടിയുതിർത്തത്. വെടിയേറ്റതിന്റെ തലേ രാത്രി പാപ്പയ്ക്ക് പ്രാർത്ഥനാമുറിയിൽ ഇതേക്കുറിച്ച് ദൈവികമായ വെളിപ്പെടുത്തൽ ലഭിച്ചിരുന്നതായി സംശയിക്കത്തക്ക സൂചനകളാണ് നാം തുടക്കത്തിൽ കണ്ട സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെ വധിക്കാൻ ശ്രമിച്ച അലി അഗ്ഗയെ 1983 ഡിസംബർ 27 ജയിലിലെത്തി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ സന്ദർശിച്ചത് മറ്റൊരു ചരിത്ര സംഭവമായിരുന്നു. 2005 ഫെബ്രുവരിയിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പ രോഗബാധിതനായി. 2 മാസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 2 അദ്ദേഹം ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് യാത്രയായി. 6 ദിവസങ്ങൾക്ക് ശേഷം നടന്ന ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2 മില്യൺ ആളുകളാണ് പങ്കെടുത്തത്. ഒക്ടോബർ 22 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ തിരുനാൾ ആചരിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ പാപ്പയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.